നോമിനേഷൻ പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. അനുമോളാണ് ഇപ്പോൾ നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ മത്സരാർത്ഥി. അനുമോൾ നോമിനേറ്റ് ചെയ്ത 2 മത്സരാർത്ഥികൾ ആരാണെന്ന് പറയുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുണ്ട്. അനുമോൾ ബിഗ് ബോസ് സീസൺ മലയാളത്തിൻ്റെ സീസൺ 1 മുതൽ 7 വരെ എത്തി നിൽക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള ഒരു മത്സരാർത്ഥി അനുമോളായിരിക്കും. അനുമോൾക്ക് ഒന്നും അങ്ങോട്ട് താങ്ങാൻ കഴിയാത്ത മനസ്സാണെന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം എന്ത് നിസ്സാര കാര്യമുണ്ടെങ്കിലും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പൊട്ടിക്കരയുന്ന അനുമോളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലാലേട്ടൻ തന്നെ കൂടെ വന്ന് പറയാറുണ്ട്, ഇതൊരു മൈൻഡ് ഗെയിമാണ്, അതിനനുസരിച്ച് നിൽക്കണം, എല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറയുമ്പോഴും നിസ്സാര കാര്യത്തിന് അനുമോൾ പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ്. ഇനി അനുമോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ കരയാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കുന്ന അല്ലെ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശൈത്യ തന്നെ ഒറ്റുകൊടുത്തു എന്നറിയുമ്പോൾ അനുമോൾ പൊട്ടിക്കരയാൻ ഒരു പക്ഷേ ബിഗ് ബോസിന് ഇറങ്ങിപ്പോകാനൊക്കെ ഉള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതിലേക്കൊന്നും എത്താതിരിക്കട്ടെ. എന്തായാലും ഇപ്പോൾ അനുമോൾ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും അതേപോലെ തന്നെ ജിസൈലിനെയുമാണ്. കാരണം പറഞ്ഞത് അക്ബർ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യുന്നു, വല്ലാതെ ചൊറിയുന്നു, ഇറിറ്റേറ്റഡ് ചെയ്യുന്ന രീതിയിലാണ് അക്ബർ തന്നോട് പെരുമാറുന്നത്. അതുകൊണ്ടൊന്ന് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തത് ജിസൈലിനെയാണ്. ജിസൈൽ തന്നെ മേക്കപ്പ് കള്ളി എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ജിസൈലിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ കട്ടെടുത്തു എന്ന് പറയുന്നു. ജിസൈലിനെ തനിക്ക് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല, എന്നെ ഒരു കള്ളിയാക്കി ചിത്രീകരിച്ചു, അതുകൊണ്ട് ജിസൈലിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ്. പിന്നെ ചപ്പാത്തി കള്ളി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനുമോൾ പൊട്ടിക്കറിഞ്ഞ് ഒന്നും പറയാനാകാത്ത ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 പേരെ പേര് പറഞ്ഞ് പെട്ടെന്ന് അനുമോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ശൈത്യൻ്റെ ഒരു വിഷയം, ശൈത്യ തന്നെ ഒറ്റുകൊടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ അനുമോളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.